എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. നമ്മൾ നാട്ടിൽ നിന്നും സ്വീഡനിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ജേർണിയുടെ ഒരു വ്ളോഗാണ്. നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ വ്ളോഗ് ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കൊച്ചി ടു ദോഹ, ദോഹ ടു ഡെൻമാർക്കാണ്. ഖത്തർ എയർവേസിലാണ് നമ്മൾ ദോഹ വരെ പോകുന്നത്. അവിടുന്ന് നമ്മൾ ഫിന്നെയറിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞായറാഴ്ച അതിരാവിലെ 3:30 അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കായംകുളത്തു നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് 3-3.5 മണിക്കൂറുണ്ട് കൊച്ചി എത്താനായിട്ട്. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരുന്നത് എൻ്റെ അനിയനും എൻ്റെ മാമൻ്റെ മോനും ആണ്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നല്ല മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. റോഡ് പണി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും നമ്മൾ വരാനായിട്ട്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങി. പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3:30 ഫ്ലൈറ്റ്. നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയമൊക്കെ കിട്ടും. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഗ്രേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ബുക്ക് ഷോപ്സും കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് 2-3 ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് സോൺ 4 ആയിരുന്നു. അപ്പം കുറച്ച് താമസിച്ചു വിളിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റ്സൊക്കെ ഓഫായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു. സ്ക്രാമ്പിൾഡ് എഗ്ഗും പൊട്ടറ്റോയും സോസേജും ഒക്കെ ആയിരുന്നു യൂഷ്വൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മളിപ്പോൾ ദോഹയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ബസ് കയറിയിട്ടാണ് എയർപോർട്ടിലെത്തിയത്. അപ്പോൾ ഗേറ്റ് കണ്ടുപിടിച്ചു. അതിന് മുന്നായിട്ട് സെക്യൂരിറ്റി ചെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ്. ഫിന്നെയറിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഫിന്നെയർ എന്ന് പറയുമ്പോൾ ഖത്തർ എയർവേസ് വെബ്സൈറ്റ് വഴി തന്നെ ബുക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു. അവരുടെ ഇൻഫർടൈൻമെൻറ്റും സീറ്റിങ്ങും ലെഗ് സ്പേസും ഒക്കെ ഒന്നുകൂടി നല്ലതായിരുന്നു. പക്ഷെ സർവീസ് എപ്പോഴും ഖത്തർ എയർവേസിൻ്റെയാണ് നല്ലത്, ഇൻക്ലൂഡിങ് ഫുഡ്. അപ്പോൾ രാവിലെ 8:05 ദോഹ ടൈമിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിന്നെയറിലും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് മൂവിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റായിട്ട് വന്നത് സ്ഥിരം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, സ്ക്രാമ്പിൾഡ് എഗ്ഗ്, പിന്നെ സ്പിനാച്ച്, അതുപോലെ സോസേജ്, പൊട്ടറ്റോ, ടൊമാറ്റോ, കട്ട് ഫ്രൂട്ട്സ്, ബണ്ണും, പിന്നെ ഒരു കേക്ക്, ബ്ലൂബെറി ജ്യൂസ്. ഇറങ്ങാറായപ്പോഴത്തേക്ക് ഒരു ബ്ലൂബെറി മഫിനും ഓറഞ്ച് ജ്യൂസും ആയിരുന്നു. ഒരുപാട് ഡ്രിങ്ക്സൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ബ്ലൂബെറി ആൻഡ് മാംഗോ ആണ് എടുത്തത്. ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് കുറച്ചുകൂടെ പുതിയതും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഖത്തറിനെ അപേക്ഷിച്ചിട്ട്. അങ്ങനെ നമ്മളിപ്പം ഡെൻമാർക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ്. ഡെൻമാർക്കും സ്വീഡനും അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ലാൻഡ് ചെയ്യാൻ നേരത്ത് സ്വീഡൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് ടേണിംഗ് ടോസുമാണ് മാൽമോയിലുള്ളത്. അപ്പോൾ അത് സ്വീഡന്, നമ്മളിപ്പുറത്ത് ഡെൻമാർക്കിലേക്കാണ് ലാൻഡ് ചെയ്യുന്നത്. ലാൻഡിങ് ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച തന്നെയാണ്. അങ്ങ് ദൂരെ മഞ്ഞ പാടങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ടായിരുന്നു താഴെ. ഇനി നമുക്ക് കുറച്ച് ലാൻഡിങ് കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഇനിയിപ്പം സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് 8 മക്കളും വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിലാണ് വന്നത്.
അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾ എനിക്ക് വേണ്ടി കാർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തിപ്പം ട്രെയിനിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഉള്ള വ്ളോഗ് ഉണ്ടല്ലോ, അതേ യാത്ര തന്നെയാണ്. തിരിച്ച് നമ്മളിപ്പോൾ സ്വീഡനിലേക്ക് ഡെൻമാർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാർ എടുത്തിട്ട് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആദ്യം തന്നെ ഞാൻ നോക്കിയത് ചെടികളാണ്. അപ്പോൾ ചെടികൾക്ക് ഇവർ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് എനിക്ക് അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടിയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ ചീത്തയാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് ആദ്യം തന്നെ മാറ്റിയാൽ ഒരു സമാധാനമാണ്. പിന്നെ നല്ല ക്ഷീണമുണ്ട്, ഉറക്കം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ഫ്ലൈറ്റിൽ ഇങ്ങോട്ടൊന്നിപ്പോൾ കുറച്ച് ഉറങ്ങിയെങ്കിലും നല്ല ഉറക്ക ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്ടിയാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇത് വന്നിട്ട് പൊന്നുൻ്റെ ഡാൻസിന് ഇടാവുന്ന ചുരിദാറാണ്. അപ്പം പുള്ളിക്കാരി കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ചുരിദാർ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് മെയിനായിട്ട് ഞാൻ കൊണ്ടുവന്നത്. വെയിറ്റൊന്നും നോക്കിയില്ല. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് അച്ചാച്ച ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 ലൈൻ ബുക്കും പിന്നെ ആൽഫബറ്റ്സിൻ്റെ ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവർക്ക് അപ്പൂപ്പയുടെ വക ഉള്ള കാഷ്യൂ നട്ട്സാണ്. പിന്നെ കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചൂട അതുപോലെ കുറിച്ചി ഇതാണ് കൊണ്ടുവന്നത്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തില്ല. അതേപടി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ട്രൈ ചെയ്യണം. പിന്നെ ചമ്മന്തിപ്പൊടി ആക്ച്വലി 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തത്, വെയിറ്റ് കൂടുന്നുള്ള കാരണം കൊണ്ട്. നല്ലൊരു നമ്മുടെ വീടിനടുത്ത് തന്നെ പൊടിച്ചതാണ്. പിന്നെ ഞാൻ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒരു കവറിലാക്കി അതിൽ കുറേയൊക്കെ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടി ഇങ്ങനെ അവർ എടുത്തെറിയുമ്പം. അപ്പോൾ അത് കവറിൽ കെട്ടി വെച്ചുകൊണ്ട് ബാക്കി തുണിയിലൊന്നും ആയില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ഉപ്പേരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ചക്ക ഉപ്പേരി അതുപോലെ തന്നെ ഏത്തക്ക ഉപ്പേരിയാണ്. ചക്ക ഉപ്പേരി എൻ്റെ ചേട്ടൻ്റെ അമ്മ വറുത്തതാണ്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് മക്കൾക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഏത്തക്ക ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഈ വറുത്ത് കിട്ടുന്ന അവിടുന്ന് എൻ്റെ സിസ്റ്ററിൻലോ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്, അനീഷ. പിന്നെ വന്നിട്ട് ഇത് ഇവർക്ക് അപ്പൂപ്പയുടെ വക കിൻഡർ ജോയാണ്. കിൻഡർ ജോയ് ഇവർ കളിപ്പാട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് കിൻഡർ ജോയിയുടെ ഒരു ഇത്. അപ്പം കുറേ എടുത്ത് തന്നു. ഞാൻ 4 മാത്രമാണ് കൊണ്ടുവന്നത്. പിന്നെ വന്നിട്ട് ചിരട്ടത്തവി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുലു മോളിൽ പോയപ്പോൾ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് മുത്തിനൊരു ഫ്രോക്ക് പോലത്തെ ഒരു ഉടുപ്പാണ്. ഞാൻ ഒരുപാട് ഡ്രസ്സ് നാട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല. ഇവിടെ നമ്മൾ തണുപ്പൊക്കെ ആകുമ്പം ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പം ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് ആണ് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചത്. പിന്നെ വന്നിട്ട് എന്താണ് പിന്നെ ഇത് എൻ്റെ ഷാംപൂ കണ്ടീഷണർ ഒക്കെയാണ്. പിന്നെ ഒരു ചെറിയൊരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. അപ്പോൾ എനിക്കൊരു 3 ലിറ്റർ കുക്കറുണ്ട്. അത് കുക്കറിൻ്റെ കാര്യമല്ലേ, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കും. അപ്പോൾ ഞാൻ ഒരെണ്ണം ബാക്കപ്പിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വന്നിട്ട് പീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ പ്രസ്റ്റീജിൻ്റെ ആണ്, ഹോക്കിങ്സും ആണ് കുറച്ചുകൂടെ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്നാലും ഇതിൻ്റെ ഹാൻഡിലിന് ചെറിയൊരു ഇളക്കമുണ്ട്. അപ്പോൾ അത് ഞാൻ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടും ചെറിയൊരു ഇളക്കമുണ്ട് അതിൻ്റെ അടപ്പിന്. പിന്നെ നമ്മൾ കുറച്ച് മസാല പൗഡേഴ്സ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇത് ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഉണക്കമീനാണ്. പിന്നെ ഒരു മാംഗോയുടെ ടാങ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് മസാല പൗഡേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറിവേപ്പിലയാണ്. ഇതിൻ്റെ ഏട്ടനമ്മയുടെ നമ്മുടെ വീട്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള, പക്ഷേ ഒരുപാടില്ല, കഴിഞ്ഞ തവണ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച നാടൻ മാങ്ങയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങ. ഫ്രഷായിട്ട് മാവിൽ നിന്ന് പറിച്ചെടുത്ത മാങ്ങകളാണ്. പിന്നെ ഒരു ചുരിദാർ ഞാൻ കഴിഞ്ഞ വർഷമേ ഇവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബനാറസിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ സാരി ഒന്നും വാങ്ങാറില്ല, പക്ഷേ ആദ്യമായിട്ടാണ് സാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്.
പിന്നെ നമ്മൾ കുറേ ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറേ നാളിന് മുന്നേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു. അപ്പോൾ കുറേ ബുക്ക്സ് എനിക്ക് വായിക്കാനായിട്ട് താല്പര്യമുള്ളത് ഇങ്ങനെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മക്കൾക്ക് ഇതുപോലെ മലയാളം ആൽഫബറ്റ്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം കൂടെ ചേർന്ന സംഭവങ്ങൾ അത് വാങ്ങിച്ചു. പിന്നെ പൊന്ന് സ്റ്റോറീസൊക്കെ വായിക്കും. ഇപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് 2 സ്റ്റോറി ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത്. മെയിനായിട്ട് ബുക്സാണ് കൂടുതലും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഹിറ്റായിട്ടുള്ള ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് റിവ്യൂ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മളൊരു ചെറിയൊരു മൺകലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടിക്കോട്ട് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ചെറിയൊരു മൺകലമാണ്, നല്ല പ്യുവറായിട്ടുള്ള മൺകലമാണ്. ഇപ്പം കുറേ ചട്ടി അതൊക്കെ കിട്ടും പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ അല്ല, ഇത് സാധാരണ മൺകലമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ കുഞ്ഞൊരു ഭരണിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതും വെട്ടിക്കോട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഒരുപാട് നല്ല ഭരണികൾ, ചിരട്ടത്തവി, നല്ല നല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയാൽ കിട്ടും. പിന്നെ ഇത് ഞാൻ ഏട്ടന് വാങ്ങിയിട്ടുള്ള ഷർട്ടാണ്, കോട്ടൻ്റെ ഷർട്ട്. ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്, ലുലു മോളിൽ പോയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഒരാൾ പോകുമ്പം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പം 2 കിലോ കൂടുതലുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം കുറേശ്ശെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പിള്ളേർക്ക് കൊതിയുള്ളത് വാങ്ങിച്ചോ. പിന്നെ ഇത് അവർക്ക് ഓരോന്നും വീതം കൊടുത്തിട്ട് ബാക്കി നെയ്ബേഴ്സിനും അതുപോലെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനും മാത്രമാണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാട്ടിൽ നിന്നും ഇവിടേക്ക് വന്നപ്പോൾ ഉള്ളൊരു ഇത് വീട്ടിൽ അച്ഛൻ തന്ന പപ്പടമാണ്. അപ്പം നല്ല നാടൻ പപ്പടമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.